ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഗുലർ പോളിഹെഡ്ര ഓർ പ്ലാറ്റോണിക് സോളിഡ്സ് ഓർ പ്ലാറ്റോണിക് ബോഡീസ്. സെക്ഷൻ 5.3 ആണ്. അപ്പോൾ എപ്പോഴാണ് ഒരു പോളിഹെഡ്രനെ റെഗുലർ എന്ന് പറയുന്നത്? അതിനു മുമ്പേ നമുക്ക് എന്താണ് റെഗുലർ പോളിഗൺ എന്നുള്ളത് നമുക്കറിയണം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ പോളിഗൺ എന്താണെന്ന് അറിയാം അല്ലെ. 2 ഡയമെൻഷണൽ ജോമെട്രിക്കൽ ഒബ്ജക്ട്സ് ആണ്. ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പെന്റഗൺ ഉണ്ട്, ഇതെല്ലാമാണ് പോളിഗൺസ്. ഇതിന് റെഗുലർ ആവണമെങ്കിൽ ആ പോളിഗണിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആവണം, അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും സെയിം ആവണം. അങ്ങനെയുള്ള പോളിഗണെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഏതാ? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ റെഗുലർ പോളിഗൺ ആണ്. നമ്മുടെ സ്ക്വയർ റെഗുലർ പോളിഗൺ ആണ്. റെഗുലർ പെന്റഗൺ. ഓക്കെ, ഇനി എപ്പോഴാണ് ഒരു പോളിഹെഡ്രനെ നമ്മൾ റെഗുലർ എന്ന് പറയുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ, ആ പോളിഹെഡ്രൻ ഒരു കോൺവെക്സ് പോളിഹെഡ്രൻ ആവണം. ഇപ്പോൾ കോൺവെക്സിന്റെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ, ആ പോളിഹെഡ്രന്റെ എല്ലാ ഫേസസും കോൺഗ്രുവന്റ് റെഗുലർ പോളിഗൺസ് ആയിരിക്കണം. കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള, ഒരേ അളവുകളുള്ള, ഒരേ മെഷർമെന്റ്സ് ഉള്ള റെഗുലർ പോളിഗൺസ് ആയിരിക്കണം എല്ലാ ഫേസുകളും. ഓക്കെ, അപ്പൊ ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ പോളിഹെഡ്രനെ നമുക്ക് റെഗുലർ പോളിഹെഡ്രൻ എന്ന് പറയാം. അതുപോലെ തന്നെ റെഗുലർ പോളിഹെഡ്രന്റെ 2 ഫേമസ് ആയിട്ടുള്ള വേറെ ഉള്ള പേരുകളാണ് പ്ലാറ്റോണിക് സോളിഡ്സ് അല്ലെങ്കിൽ പ്ലാറ്റോണിക് ബോഡീസ്. ഓക്കെ, ഇനി നമുക്ക് തിയറം 5.11 പറയുന്നത് ടോട്ടൽ 5 റെഗുലർ പോളിഹെഡ്രൻസ് ആണ് അല്ലെങ്കിൽ പോളിഹെഡ്രയാണ് ഉള്ളത്. അതായത് ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടുള്ള, ഇതുവരെ എക്സിസ്റ്റ് ചെയ്യുന്ന 5 റെഗുലർ പോളിഹെഡ്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് അവര്? ഒന്ന് ടെട്രാഹെഡ്രൻ, ക്യൂബ്, ഒക്ടാഹെഡ്രൻ, ഡോഡെക്കാഹെഡ്രൻ ആൻഡ് ഐക്കോസാഹെഡ്രൻ. ഓക്കെ, അപ്പൊ ഈ 5 മാത്രമേ ഉള്ളൂ റെഗുലർ പോളിഹെഡ്രൻ. ഈ 5 റെഗുലർ പോളിഹെഡ്രൻസേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, വേറെ ഒരു റെഗുലർ പോളിഹെഡ്രനും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ തിയറം 5.11 പറയുന്നത്. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ആദ്യം ഈ 5 റെഗുലർ പോളിഹെഡ്രനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ടെട്രാഹെഡ്രൻ നിങ്ങൾക്ക് ഫിഗേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ പ്ലെയിൻ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് പ്ലെയിനിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു 3 ഡയമെൻഷണൽ 3D വ്യൂ വേണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് നോക്കാവുന്നേ ഉള്ളൂ. ടെട്രാഹെഡ്രൻ 4 ഫേസസ് ഉള്ള റെഗുലർ പോളിഹെഡ്രൻ. അതിലെ ഓരോ ഫേസസും ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഓക്കെ, പിന്നെ 6 എഡ്ജസും 4 വേർട്ടിസസും ഉണ്ട്. അതുപോലെ ക്യൂബ് നിങ്ങൾക്ക് അറിയാം. ക്യൂബിന് എത്ര ഫേസസ് ആ ഉള്ള? 6 ഫേസസ് ഉണ്ട്. ഓരോ ഫേസസും എന്താണ്? സ്ക്വയേഴ്സ് ആണ്. അതുപോലെ 12 എഡ്ജസും 8 വേർട്ടിസസും ഉണ്ട് ക്യൂബിന്. ഇനി ഒക്ടാഹെഡ്രൻ എത്ര ഫേസസ് ഉണ്ട്? 8 ഫേസസ് ഉണ്ട്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അതുപോലെ ഓരോ ഫേസും ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഇനി 12 എഡ്ജസും 6 വേർട്ടിസസും ഉണ്ട്. ഇനി ഡോഡെക്കാഹെഡ്രനും ഐക്കോസാഹെഡ്രനും ആണ് നിങ്ങൾക്ക് അധികം ഫെമിലിയർ അല്ലാത്ത ടേമുകൾ. ഡോഡെക്കാഹെഡ്രൻ നിങ്ങൾ ഓർത്തു വെച്ചോണം. 12 ഫേസസ് ഉള്ള, 12 ഫേസുകളുള്ള, ഓരോ ഫേസും റെഗുലർ പെന്റഗൺസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള പോളിഹെഡ്രൻ ആണ് ഡോഡെക്കാഹെഡ്രൻ. 12 ഫേസുകളുള്ള പോളിഹെഡ്രൻ ഏതാണ്? ഡോഡെക്കാഹെഡ്രൻ. അതുപോലെ 30 എഡ്ജസും 20 വേർട്ടിസസും ഉണ്ട്. ഐക്കോസാഹെഡ്രന് 20 ഫേസസ് ആണുള്ളത്. 20 ഫേസസ്, ഓരോ ഫേസും ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഇനി 30 എഡ്ജസും 12 വേർട്ടിസസും ഉണ്ട്. അപ്പം ഈ എഡ്ജസിന്റെ എണ്ണം സെയിം ആണ് ഇവിടെ. ഫേസസും വേർട്ടിസസിന്റെ എണ്ണമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മള് പി എന്ന് പറയുന്നത് ഒരു റെഗുലർ പോളിഹെഡ്രൻ ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫിനെ നമ്മൾ ജി എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പൊ ജി എന്ന് പറയുന്ന ഗ്രാഫിനെ എന്ത് നമുക്ക് പേര് വിളിക്കാം? ഇതൊരു പോളിഹെഡ്രൻ ഗ്രാഫാണ് അല്ലെ. ഗ്രാഫ് ജി ഈസ് പോളിഹെഡ്രൻ എന്ന് പറയാം. പോളിഹെഡ്രൻ. ഓക്കെ, ഇനി അപ്പൊ ജി ഒരു പോളിഹെഡ്രൽ ഗ്രാഫാണ്. ഓൾറെഡി പറഞ്ഞായിരുന്നു റെഗുലർ പോളിഹെഡ്രന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ നമ്മൾ പോളിഹെഡ്രൽ ഗ്രാഫ് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ജി.
ഓക്കെ, അപ്പൊ പി എന്താണ്? റെഗുലർ പോളിഹെഡ്ര ആണ്, റെഗുലർ പോളിഹെഡ്ര. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്. നമ്പർ ഓഫ് വേർട്ടിസസിനെ നമ്മൾ ഇത്രയും നാളും എൻ എന്നാണ് ഡിനോട്ട് ചെയ്തത് അല്ലെ. എൻ എന്ന് ഡിനോട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ടെക്സ്റ്റിൽ വി എന്നാണ് ഡിനോട്ട് ചെയ്തത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ആണ്, എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസ് ആണ്. ഓക്കെ, ഇത്രയും നൊട്ടേഷൻസ് നമുക്ക് ക്ലിയർ ആണ്. ഇനി റെഗുലർ പോളിഹെഡ്രന്റെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് എല്ലാ ഫേസുകളും കോൺഗ്രുവന്റ് ടു ഈച്ച് അതർ ആണ് അല്ലെ. എല്ലാ ഫേസുകളുടെയും ഷേപ്പ് സെയിം ആണ്. ഓക്കെ, അതായത് ഏത് ഫേസ് എടുത്താലും ആ ഫേസിന്റെ ബൗണ്ടറിയിൽ സെയിം നമ്പർ ഓഫ് എഡ്ജസ് അല്ലേ ഉള്ളത് അല്ലേ. അതായത് ഡിഗ്രി ഓഫ് ഈച്ച് ഫേസ് ഈക്വൽ ആണെന്നല്ലേ, സെയിം ആണെന്നല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഡിഗ്രി ഈക്വൽ ടു സം ആർ എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, ഫോർ ഓൾ ഫേസ് 5, ഫോർ ഓൾ ഫേസ് 5. ഓക്കെ, വേർ ആറിന്റെ വാല്യൂ 1, 2 ഒക്കെ ആവാൻ പറ്റുമോ? ഇല്ല അല്ലെ. സിമ്പിൾ ഗ്രാഫ് ആയതുകൊണ്ട് 1ഉം 2 ഒന്നും ആവാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ ഡെഫിനിഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പോളിഹെഡ്രൻ ഗ്രാഫിന്റെ ഏത് ഫേസ് എടുത്താലും ഡിഗ്രി അറ്റ്ലീസ്റ്റ് 3 ആവണം എന്നല്ലേ. സോ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അതുപോലെ തന്നെ ഒരു പോളിഹെഡ്രൻ ഗ്രാഫിന്റെ ആംഗിൾസ് സെയിം ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. പോളിഹെഡ്രൽ ആംഗിൾസ് ആർ ഓൾ ഈക്വൽ. അതായത് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് റെഗുലർ പോളിഗൺസ് ആയിരിക്കണം ഓരോ ഫേസസും, കോൺഗ്രുവന്റ് റെഗുലർ പോളിഗൺസ് ആയിരിക്കണം അല്ലെ. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ സൈഡുകളുടെ എണ്ണവും ആംഗിളും സെയിം ആവുക എന്നാണ്. ഓക്കെ, അതായത് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി എല്ലാ പോളിഹെഡ്രൽ ആംഗിൾസും സെയിം ആയിരിക്കണം. എല്ലാ പോളിഹെഡ്രൽ ആംഗിൾസും സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇതൊരു വേർട്ടെക്സ്, ഈ വേർട്ടെക്സിൽ നിന്ന് 3 എഡ്ജ് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആവണം. ഓക്കെ, ഇനി സപ്പോസ് ഒരു വേർട്ടെക്സിൽ നിന്ന് 4 എഡ്ജ് പോയ ആ ആംഗിള് സെയിം ആവോ? ഇവിടെ കിട്ടിയ ആംഗിൾ തന്നെ ആയിരിക്കുമോ ഇവിടെ കിട്ടുന്നത്? ഇല്ല അല്ലെ. 4 എഡ്ജ് പോയ ടോട്ടൽ 360 ഡിഗ്രിയെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന 360 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും ആംഗിൾ. അതേസമയം ഇവിടെ 360 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും ആംഗിൾ. ഓക്കെ, അപ്പൊ അതായത് നമുക്കിപ്പം റെഗുലർ പോളിഹെഡ്രന്റെ ഡെഫിനിഷൻ വെച്ച് എല്ലാ പോളിഹെഡ്രൽ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് എല്ലാ വെർട്ടെക്സിൽ നിന്നും ഇൻസിഡന്റ് ആയിട്ടുള്ള എഡ്ജുകളുടെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ 3 എഡ്ജസ് ഉള്ളപ്പം കിട്ടുന്ന ആംഗിളും 4 എഡ്ജസ് ഇൻസിഡന്റ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം എല്ലാ വെർട്ടെക്സിൽ നിന്നും ഇൻസിഡന്റ് ആയിട്ടുള്ള എഡ്ജസുകളുടെ എണ്ണം സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഈസ് സെയിം എന്നല്ലേ, ഈക്വൽ ടു സം കെ എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. ഓക്കെ, വേർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇവിടെ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 പോളിഹെഡ്രൻ ഗ്രാഫിന്റെ ഡെഫിനേഷൻ ആണ്. ഓക്കെ, ഫോർ ഈച്ച് വെർട്ടെക്സ് വി ഇൻ വി ഓഫ് ജി, വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി. ഈ 2 കണ്ടീഷൻസ് നമുക്ക് കിട്ടുന്നത് പി റെഗുലർ പോളിഹെഡ്രൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ശരി. ഇനി അതായത് ഇങ്ങനെയുള്ള ഗ്രാഫിലെ എല്ലാ വേർട്ടിസസിന്റെ ഡിഗ്രി സെയിം ആണെങ്കിൽ, ഡിഗ്രി ഈക്വൽ ടു സം കെ ആണെങ്കിൽ നമ്മൾ ആ ഗ്രാഫിനെ എന്താ പേര് വിളിക്കുന്ന? കെ റെഗുലർ ഗ്രാഫ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ തിയറത്തിനകത്ത് നമ്മൾ വി എൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തത് എന്തിനെയായിരുന്നു? n ഡിഗ്രി ഉള്ള വേർട്ടിസസിന്റെ എണ്ണം അല്ലെ. അപ്പൊ ഇവിടെ എല്ലാ വേർട്ടിസസിന്റെ ഡിഗ്രി എന്തിനോട് ഈക്വൽ ആണ്? കെയോടല്ലേ ഈക്വൽ. ഓക്കെ, അപ്പൊ ഇവിടെ വി കെ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി കെയോട് ഈക്വൽ ആണ്. സോ കെ ഡിഗ്രി ഉള്ള വെർട്ടിസസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഗ്രാഫിലുള്ള എത്ര വെർട്ടിസസ് ഉണ്ടോ അത്രയും വെർട്ടിസസിന്റെ ഡിഗ്രി കെയോട് ഈക്വൽ അല്ലേ. സോ വി കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ദ ഗ്രാഫ് അല്ലേ. ഓക്കെ, നമ്പർ ഓഫ് വെർട്ടിസസിനെ നമ്മളിപ്പോ വി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, എൻ എന്നല്ല. എൻ ആണെങ്കിൽ ഇവിടെ എൻ എന്ന് എഴുതുക. നിങ്ങൾ എൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എൻ എന്ന് ഡിനോട്ട് എഴുതുക. ഓക്കെ, അപ്പം വി കെ വിയോട് ഈക്വൽ ആണ്. ആൻഡ് വി എൻ ഈക്വൽ ടു 0. എല്ലാ വെർട്ടിസസിന്റെ ഡിഗ്രി ഫോർ എൻ നോട്ട് ഈക്വൽ ടു കെ.
അല്ലെ? കാരണം എന്താ, വി എൻ എന്ന് പറഞ്ഞാൽ n ഡിഗ്രി ഉള്ള വേർട്ടിസസിന്റെ എണ്ണമാണ്. n k അല്ലാത്തപ്പോഴെല്ലാം വി എന്നിന്റെ എണ്ണം വി എൻ എത്രയാണ്? വി എൻ 0 ആണ് അല്ലെ? k ഡിഗ്രിയുള്ള വേർട്ടിസസ് അല്ലേ ഗ്രാഫിലുള്ളൂ. അപ്പൊ k അല്ലാത്ത ഡിഗ്രിയുള്ള വേർട്ടിസസ് ഒന്നും ഗ്രാഫിൽ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ എഴുതാം. ആൻഡ് എഫ് ആർ എന്തിനോട് ഈക്വല? 6 ഡിഗ്രി ഉള്ള ഫേസുകളുടെ എണ്ണം. നമ്മളിപ്പോ പറഞ്ഞു എല്ലാ ഫേസുകളുടെയും ഡിഗ്രി 6 ഈക്വൽ ആണ് അല്ലെ? അപ്പൊ പിന്നെ 6 ഡിഗ്രി ഉള്ള ഫേസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഗ്രാഫിലുള്ള ടോട്ടൽ ഫേസുകളുടെ എണ്ണം തന്നെ അല്ലേ? അതുപോലെ തന്നെ എഫ് n equal to 0 for n not equal to r. ഓക്കെ, ആർ അല്ലാതെ വേറെ ഡിഗ്രി ഉള്ള ഫേസുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം 5.10 തൊട്ട് മുമ്പത്തെ തിയറത്തിനകത്ത് നമ്മൾ പറഞ്ഞു സം ഓവർ എൻ വി എൻ ഇസ് ഈക്വൽ ടു സം എൻ എഫ് എൻ ഈക്വൽ ടു 2e എന്ന് പറഞ്ഞില്ലേ? ഇത് നമ്മൾ പുതിയ നമ്മളുടെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്ത n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇവിടെയും n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇവിടെ വി എൻ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. k അല്ലാത്ത വി എന്നുകളെല്ലാം 0 ആണ്. സോ അപ്പൊ ഈ സമ്മിനകത്ത് n k ആവുന്ന ടേം മാത്രമേ വരത്തുള്ളൂ അല്ലെ? സോ അപ്പൊ n k ആവുക എന്ന് പറഞ്ഞാൽ k വി കെ ഈക്വൽ ടു, അതുപോലെ തന്നെ ഈ സമ്മിനകത്ത് n r ആവുന്ന, കണ്ടോ, n r ആവുന്ന ടേം മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പം സോ ആർ എഫ് ആർ ഈക്വൽ ടു 2e. ഓക്കെ, ദെൻ പക്ഷെ വി കെ എന്തിനോട് ഈക്വൽ ആ? വിയോട് ഈക്വൽ അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് കെ വി ഈക്വൽ ടു ആർ എഫ് ആർ എന്തിനോട് ഈക്വൽ ആ? എഫിനോട് ഈക്വൽ അല്ലേ? ഈക്വൽ ടു 2e എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ആണ്. കെ വി ഈക്വൽ ടു ആർ എഫ് ഈക്വൽ ടു 2e. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. കെ വി ഈക്വൽ ടു ആർ എഫ് ഈക്വൽ ടു 2e. ഇതിനെ 1 എന്ന് കൊടുത്തേക്കാം. ഇനി ഓയിലർ പോളിഹെഡ്രൻ ഫോർമുല, നമ്മൾ ഓയിലേഴ്സ് ഫോർമുല നമുക്ക് എല്ലാ പോളിഹെഡ്രനും അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മുടെ ഇവിടെ റെഗുലർ പോളിഹെഡ്രൻ ആണ്. സോ ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഓയിലേഴ്സ് ഫോർമുല യൂസ് ചെയ്ത് ഫോർമുലയ്ക്കകത്ത് എന്താ പറയുന്ന 2 ഈക്വൽ ടു എന്നിന്റെ അവിടെ ഇപ്പൊ വി അല്ലേ ഡിനോട്ട് ചെയ്യുന്നത്? വി മൈനസ് ഇ പ്ലസ് എഫ് അല്ലെ? ഞാന് രണ്ട് സൈഡിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. 2 into 4 8 is equal to 4 വെച്ച് ഓരോ ടേമിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുക. 4v മൈനസ് 4e പ്ലസ് 4f. ദെൻ ഇനി ഞാൻ ഈ 4e രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. 2e. ഓക്കെ, അപ്പൊ മൈനസ് 2e മൈനസ് 2e എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഞാൻ എഴുതാൻ പോവാം. അപ്പൊ ഞാൻ ഇതിനെ 4v മൈനസ് 2e, ഒരു 2e ഇവിടെ കൊടുത്തു, പ്ലസ് 4f മൈനസ് 2e, ഒരു മൈനസ് 2e ഇവിടെയും കൊടുത്തു. ഓക്കെ, ദെൻ ഇതിനെ ഞാൻ 4v മൈനസ് 2e ഇവിടെ ഇക്വേഷൻ 1-നകത്ത് 2e ഈക്വൽ ടു kv എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ 2eക്ക് പകരം kv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. 4v മൈനസ് kv പ്ലസ് 4f മൈനസ് ഈ 2eക്ക് പകരം ഞാൻ rf എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. സോ അപ്പം ബൈ ഇക്വേഷൻ 1. ഓക്കെ, ഇതിനെ ഞാനിനി ഫസ്റ്റ് രണ്ട് ടേമുകളിൽ നിന്ന് v കോമൺ എടുക്കാം. 4 മൈനസ് k ഇൻറ്റു v പ്ലസ് അടുത്ത രണ്ട് ടേമുകളിൽ നിന്ന് f കോമൺ എടുക്കാം. 4 മൈനസ് r ഇൻറ്റു എഫ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 8 ആണ്. ഇതും നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. ഇക്വേഷൻ 2 ആയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതില് വിയും എഫും നിങ്ങൾക്കറിയാം
നോൺ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ് അല്ലെ. നമ്പർ ഓഫ് വേർട്ടിസസും നമ്പർ ഓഫ് ഫേസസും, കാരണം ഒരു ഫേസ് എങ്കിലും ഉണ്ട്, ഗ്രാഫ് ഉണ്ടാവണമെങ്കിൽ ഒരു വേർട്ടെക്സ് എങ്കിലും വരണം. അതുപോലെ ഫേസ്, എക്സ്റ്റീരിയർ ഫേസ് എന്തായാലും എല്ലാ ഗ്രാഫിനും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇതിനകത്ത് വിയും എഫും ഓൾവേസ് പോസിറ്റീവ് ആണ്, സീറോയും അല്ല നെഗറ്റീവും അല്ല, പോസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് സപ്പോസ് ഈ 4 - കെയും 4 - ആറും രണ്ടും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സം എന്ന് പറയുന്നത് ടോട്ടൽ ഒരു നെഗറ്റീവ് നമ്പർ വരില്ലേ? പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു പോസിറ്റീവ് നമ്പറാണ്. 8 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ അപ്പൊ എന്തായാലും നമുക്ക് അതിൽ നിന്നും കിട്ടും ഐദർ 4 - കെ പോസിറ്റീവ് ആവണം, നോൺ നെഗറ്റീവ് ആകണം, അല്ല എങ്കിൽ 4 - 6 നോൺ നെഗറ്റീവ് ആകണം. ഓക്കെ, ഐദർ 4 - കെ നോൺ നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ 4 - 6 നെഗറ്റീവ് ആവണം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഓർ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, ബട്ട് നമുക്കറിയാം ആറിന്റെയും കെയുടെയും വാല്യൂ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്, അതുപോലെ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഇത്രയും കണ്ടീഷൻസ് നിങ്ങളൊന്ന് ക്ലബ് ചെയ്യിപ്പിച്ചേ. എന്തൊക്കെയാണ് പോസിബിലിറ്റീസ്? ഇംപ്ലൈസ് എന്തൊക്കെയാ? ഒന്നുകിൽ കെ 3 ആവാം, അല്ലെങ്കിൽ 4 ആകാം, അല്ലെങ്കിൽ ആർ 3 ആവാം, അല്ലെങ്കിൽ 4 ആവാം. ഇത്രയും കേസസ് ആണ് നമുക്കിപ്പോ കിട്ടിയത്. എന്തുകൊണ്ടാണ്? കെയുടെ വാല്യൂ 4ഓ അതിൽ താഴെയോ, പക്ഷെ കെയുടെ വാല്യൂ 3ഓ അതിൽ കൂടുതലോ പറ്റുള്ളൂ. അപ്പൊ കെയ്ക്ക് വരാവുന്ന പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാ? 3, 4 മാത്രം അല്ലെ. അതുപോലെ തന്നെ ആറിന് വരാവുന്ന പോസിബിൾ വാല്യൂസ് 3ഉം 4ഉം മാത്രം. അപ്പൊ 4 കേസസ് അങ്ങനെ നമുക്ക് കിട്ടി. ഒന്ന് കെ 3 ആവുന്ന കേസ്, ഒന്ന് കെ 4 ആവുന്ന കേസ്, പിന്നെ ആർ 3 ആവുന്ന കേസ്, ആർ 4 ആവുന്ന കേസ്. ഈ ഓരോ കേസസും നമ്മൾ ഇനി സെപ്പറേറ്റ് എടുത്ത് നോക്കാൻ പോവാണ്. ഓക്കെ, ആദ്യത്തെ കേസ് 1 എന്താണ്? കെ 3 ആവുന്ന കേസ് നമുക്ക് എടുക്കാം. അപ്പൊ ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഒരു റിസൾട്ട് എഴുതിയിട്ടുണ്ട്. 8 is equal to 4 - കെ ഇൻറ്റു വി പ്ലസ് 4 - ആർ ഇൻറ്റു എഫ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കെക്ക് 3 ഇട്ട് കൊടുത്തേ. 4 - 3 എന്ന് പറയുമ്പോൾ 1, അപ്പൊ വി പ്ലസ് 4 - ആർ ഇൻറ്റു എഫ് അല്ലെ. ഇനി ഓൾറെഡി ഇക്വേഷൻ 1-നകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? 3v kv ഈക്വൽ ടു ആർ എഫ് ഈക്വൽ ടു 2e എന്നല്ലേ. ഇവിടുത്തെ കെക്ക് വരെ 3 ഇട്ട് കൊടുത്തേ. 3v ഈക്വൽ ടു ആർ എഫ് ഈക്വൽ ടു 2e അല്ലെ. അപ്പം നമ്മള് ഇതിൽ നിന്നും ആർ എഫിന് പകരം ഞാൻ 3v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ ഞാൻ തൊട്ട് മുമ്പത്തെ എക്സ്പ്രഷനിൽ വി പ്ലസ് 4 - ആർ ഇൻറ്റു എഫ് എന്നാ വന്നത് അല്ലെ. ആ എഫിനെ ടേം മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വി പ്ലസ് 4f മൈനസ് ആർ എഫ് എന്ന് വരും. ഈ ആർ എഫിന് പകരം ഞാൻ 3v എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ദിസ് ഈസ് ഈക്വൽ ടു വി പ്ലസ് 4f മൈനസ് 3v. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു v മൈനസ് 3v മൈനസ് 2v ആണല്ലോ. സോ 4f മൈനസ് 2v. ഓക്കെ, ഇതിൽ നിന്നും വിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 8 ആണ്. സോ ഇതിൽ നിന്നും 2v ഇസ് ഈക്വൽ ടു 4f മൈനസ് 8 ഓർ ഇതിനെ നമുക്ക് 4 ഇൻറ്റു എഫ് മൈനസ് 2 എന്ന് എഴുതാം അല്ലെ. ഇനി 2 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 ഇവിടെ 2 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? v ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2f minus 4, 2 into f minus 2
അല്ലെങ്കിൽ 2f minus 4 അല്ലെ. v is equal to 2f minus 4. ഇത് ഞാൻ തിരിച്ച് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. 8 is equal to v plus 4f minus 3v എന്ന് പറഞ്ഞ് ഇവിടെ ഇല്ലേ, ഇതിനകത്തോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് വെച്ച് 8 is equal to v plus 4f minus 3v. ഓക്കെ, v plus 4 minus r എഫിനകത്ത്, സോറി ഇതിനകത്തല്ല ഞാൻ കൊടുക്കുന്നത്, ഇതിനകത്തോട്ട് ഞാൻ കൊടുക്കാൻ പോവാം. ഇക്വേഷൻ എ യൂസ് ചെയ്ത് 8 is equal to v plus 4 minus r into f. ഇതിനകത്ത് ഞാൻ v പ്ലസ് വിക്ക് പകരം ഞാൻ 2f minus 4 എന്നുള്ളത് കൊടുക്കാൻ പോവാം. 2f minus 4 plus 4 minus r into f. 4 minus r into f. ഇതിനെ നമുക്ക് 2f minus 4 plus 4f minus rf. എഫ് ഉള്ള ടേമുകൾ ഒരുമിച്ച് എടുത്താൽ 2f 4f കൂടെ ആഡ് ചെയ്യുമ്പം 6f ആവും. മൈനസ് ആർ എഫ് ഉണ്ട്. സോ 6 minus r into f minus 4. ഇങ്ങനെ കിട്ടിയല്ലോ. 8 is equal to, ഇനി -4ന്റെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ എന്തോരും, 8 plus 4 12 is equal to 6 minus r into f. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് 12 is equal to 6 minus r into f. ഇതാണ് നമുക്കിപ്പം കിട്ടിയ ഇക്വേഷൻ. ഇതിൽ നിന്നും 3 കേസസ് ആണ് പോസിബിൾ. എല്ലാ കേസസും ഞാൻ നോക്കാൻ പോവാണ്. ഫസ്റ്റ് കേസ്, സപ്പോസ് r 5 ആവുകയാണെങ്കിൽ 6 minus 5 1 വരും. സോ അപ്പൊ എഫ് എന്താവണം, എഫ് 12 ആവണം. നല്ല ഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ അല്ലെ. 1 into 12 12 ആണ്. ഓക്കെ, ഇതാണ് ഒരു കേസ് എന്ന് പറഞ്ഞാൽ. ഇതിവിടെ നോക്കിയാൽ നിങ്ങളത് പറഞ്ഞേ, 12 ഫേസസ് ഉള്ള പോളിഹെഡ്രൻ ഏതാണ്? 12 ഫേസസ് ഡോഡെക്കാഹെഡ്രൻ അല്ലേ? ഡോഡെക്കാഹെഡ്രൻ. നമ്മുടെ കോൺവെക്സ് പോളിഗൺ പി എന്ന് പറയുന്നത്, പോളിഹെഡ്രൻ പി എന്ന് പറയുന്നത് ഡോഡെക്കാഹെഡ്രൻ ആവും. ഓക്കെ, ഇനി പോസിബിൾ ആയിട്ടുള്ള വേറെ കേസ്, സപ്പോസ് r 4 ആണെന്ന് വിചാരിക്കുക. r 4 ആണെങ്കിൽ എഫ് എന്താവണം, 6 minus 4 2 ആണ്. 2 into 6 ആവണം. എഫ് 6 ആവണം. എഫ് 6 ഫേസസ് ഉള്ള പോളിഹെഡ്രൻ ഏതാണ്? ക്യൂബ് ആണ് അല്ലെ. സോ നമ്മുടെ പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ് ക്യൂബിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇനി അടുത്ത കേസ്, r 3 ആവുമ്പോൾ എന്ത് സംഭവിക്കും? r 3 ആവുമ്പോൾ എഫ് എന്താവണം, 3 into 4 അല്ലേ 12 ആവുന്നത്. സോ എഫ് 4 ആവണം. 4 ഫേസസ് ഉള്ള പോളിഹെഡ്രൻ ഏതാണ്? നമ്മുടെ ടെട്രാഹെഡ്രൻ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ കേസസ് ഈ r 2 ആവാൻ പറ്റുമോ? ഇല്ല, r greater than or equal to 3 ആണ് അല്ലെ. അപ്പൊ ഇത്രയും 3 കേസസ് ഇതിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കേസസിലും എന്താണ്, ഒന്നുകിൽ ഡോഡെക്കാഹെഡ്രൻ അല്ലെങ്കിൽ ക്യൂബ് അല്ലെങ്കിൽ ടെട്രാഹെഡ്രൻ. ഓക്കെ, ഇത്രയാണ് കേസ് 1 കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി കേസ് 2 എടുക്കുവാണ്. കേസ് 2ല് എന്താണ്, K4 ആണ് അല്ലെ. K4 ആവുന്നതിനെ ഞാൻ കേസ് 2 ആയിട്ട് എടുത്തു. ആദ്യത്തെ കേസ് നമ്മുടെ K3 ആണ്. രണ്ടാമത്തെ കേസ് ഞാൻ K4 ആവുന്നതാണ് എടുത്തു. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ 2ൽ എടുത്തിരിക്കുന്ന എന്താണ്, 8 is equal to 4 minus k into v
പ്ലസ് 4 മൈനസ് ആർ ഇൻറ്റു എഫ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2 അല്ലേ. ഇതില് കെക്ക് 4 ഇട്ട് കൊടുത്തേ. കെക്ക് 4 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ ടേം 0 ആവും. 8 is equal to 4 minus r into f. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആറിന് 4 ഇട്ട് കൊടുത്ത ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? R 4 ആകുമ്പോൾ ഇത് റൈറ്റ് സൈഡ് 0 ആവും. അപ്പൊ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ ഇതിൽ നിന്നും ആറിന് ഒരേ ഒരു പോസിബിൾ വാല്യൂ കൊടുക്കാൻ പറ്റത്തുള്ളൂ, R3 അല്ലെ. R3 ആവുമ്പം എഫ് എന്താവണം? എഫ് 8 ആവണം അല്ലെ. 8 ഫേസസ് ഉള്ള പോളിഹെഡ്രൻ ഏതാണ്? നമ്മുടെ ഒക്ടാഹെഡ്രൻ. ഓക്കെ, ഇനി അടുത്ത രണ്ട് കേസസ് മറ്റു രണ്ട് കേസുകളുമായിട്ട് സിമിലർ ആണ്. കേസ് 3 എന്താണ്? കേസ് 3 എന്താണ്? R3 ആവുന്ന കേസ്. ഇത് നമ്മളുടെ കേസ് 1നോട് സിമിലർ ആണ്. ഡിഫറൻസ് ഇതാണ്, ആറും കെയും തമ്മിൽ റിവേഴ്സ് ചെയ്യുക. ആറിന്റെ പ്ലേസിൽ കെയും എഴുതുക, കെയുടെ പ്ലേസിൽ ആറും എഴുതുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന രണ്ട് കേസസ് അതൊന്നും തന്നെ ട്രൈ ചെയ്യുക. എന്താണ്? ആറ് കേസ് 1ന്റെ സിമിലർ സ്റ്റെപ്പ് തന്നെയാണ്. ആറിന്റെ പ്ലേസിൽ കെയും കെയുടെ പ്ലേസിൽ ആറും വരിക എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് നമുക്ക് 3 കേസസ് കിട്ടും. K5ഉം V നമ്പർ ഓഫ് വെർട്ടിസസ് V12ഉം. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ K4ഉം V6ഉം. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ K3ഉം V4ഉം. ഈ 3 കേസസ് അങ്ങനെ നമുക്ക് കിട്ടും. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 12 is equal to 6 minus K into V എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അപ്പം കേസ് 1നോട് സിമിലർ ആയിട്ട് ഈ സ്റ്റെപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. കേസ് 1ലെ ആറും കെയും തമ്മിൽ റിവേഴ്സ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന 3 പോസിബിലിറ്റീസ് ആണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഈ ഓരോ കേസിലും നമ്മുടെ പോളിഹെഡ്രൻ എന്താവും എന്നൊന്ന് നിങ്ങൾ പറഞ്ഞേ. K5 V12 വെർട്ടിസസ് 12 ആണ്. K5 എന്ന് പറഞ്ഞാല് K റെഗുലർ ഗ്രാഫ് അല്ലേ. അപ്പം 5 റെഗുലർ ഗ്രാഫ് ആണ്. 5 റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 5 റെഗുലർ ഗ്രാഫ് 5 റെഗുലർ ഗ്രാഫ്. ഓക്കെ, 5 റെഗുലർ ഗ്രാഫ് വെർട്ടിസസിന്റെ എണ്ണം 12 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ബാക്കിലോട്ട് പോവുക. ഇമാജിൻ ചെയ്താൽ മതി. ആക്ച്വലി 12 വെർട്ടിസസ് ഉള്ള ഇത് നമ്മുടെ ഐക്കോസഹെഡ്രൻ ആണ്. 12 വെർട്ടിസസ് ഉള്ള, നോക്കിക്കേ, 12 വെർട്ടിസസും ഉള്ള 5 റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐക്കോസഹെഡ്രൻ ആണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. ഇത് നമ്മുടെ ഐക്കോസഹെഡ്രൻ. ഇനി K4ഉം V6ഉം വെർട്ടിസസ് 6ഉം K4ഉം ആണ്. ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം നമ്മുടെ ക്യൂബ് ആണ് അല്ലെ. ക്യൂബിന്റെ അല്ലേ വെർട്ടിസസ് 6 ആയിട്ടുള്ളത്? നോക്കണോ? വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കുക. നമ്മളുടെ ക്യൂബിന് 8 വെർട്ടിസസ് ആണ് കേട്ടോ. 6 വെർട്ടിസസ് ഉള്ളത് ഒക്ടാഹെഡ്രന്റെ ആണ്. അപ്പം ഇത് നമ്മുടെ ഒക്ടാഹെഡ്രൻ ആണ്. ഇത് ഒക്ടാഹെഡ്രൻ ആണ്.
ഇനി വേർട്ടിസസിന്റെ നമ്പർ 4ഉം K3യും ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം അതാണ് നമ്മുടെ ടെട്രാഹെഡ്രൻ ആണ് അല്ലെ, ടെട്രാഹെഡ്രൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേർട്ടിസസിന്റെ എണ്ണം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓയിലേഴ്സ് ഫോർമുലയിൽ കൊടുത്ത് ഫേസസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. ഫേസസിന്റെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മനസ്സിലാവും ഇത് ഏത് പോളിഹെഡ്രൻ ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ 4ാമത്തെ കേസ് എടുക്കുവാണ്. 4ാമത്തെ കേസ് എന്താണ്? 6-4 ആവുന്ന കേസ്. 6-4 ആവുന്ന കേസ് ഏതാ? നമ്മുടെ കേസ് 2നോട് സിമിലർ ആണ്. 6K തമ്മിൽ റിവേഴ്സ് ചെയ്താൽ മതി. റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 8 is equal to 4 minus K into V എന്ന് കിട്ടും. 4 minus K into V എന്ന് പറഞ്ഞു കിട്ടും. ഇത് നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കുക, ഒന്നുമില്ല. 2ാമത്തെ കേസിനകത്ത് 6നെയും Kനെയും നിങ്ങൾ തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ K equal to 4 ആവാൻ പറ്റുമോ? ഇല്ല, കാരണം റൈറ്റ് സൈഡ് 0 ആയിപ്പോ. അപ്പൊ K 3 ആവുമ്പോ V എന്താവണം? V 8 ആവണം അല്ലെ. നമ്പർ ഓഫ് വെർട്ടിസസ് 8. അപ്പൊ നമ്പർ ഓഫ് വെർട്ടിസസ് 8 നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ. ആരാണ്? ക്യൂബ് ആണ്. ഓക്കെ, സോ അപ്പൊ എന്തായാലും ഈ 4 കേസസിലും ടോട്ടൽ ഈ 5 പോളിഹെഡ്രലിലുള്ള ഏതെങ്കിലും ഒരു പോളിഹെഡ്രൻ ആണ് നമുക്ക് കിട്ടിയത്. സോ അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം there are only 5 regular polyhedra which are tetrahedron, cube, octahedron, dodecahedron or icosahedron. Okay, thank you.